ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മല്ലുജൂസറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മറ്റൊരു സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്, ഗ്രീൻ സ്മൂത്തി. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ MJ. അപ്പോൾ നമ്മൾ ഗ്രീൻ സ്മൂത്തിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു മാംഗോ എടുത്തിട്ടുണ്ട്. ആ മാംഗോ പൂർണ്ണമായിട്ട് നമുക്ക് അതിൻ്റെ തൊലിയിൽ നിന്ന് മാറ്റിയെടുക്കുക. നല്ല പൊഴുത്ത മാംഗോ ആയതുകൊണ്ട് തന്നെ നമുക്കതൊരു ഒരു ടീസ്പൂൺ ഉപയോഗിച്ച് സിമ്പിളായിട്ട് തൊലിയിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. അടുത്തത് ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, നല്ല പഴുത്ത ഒരു പൈനാപ്പിൾ. അതിൻ്റെ ഒരു ഹാഫ്, ഏകദേശം നമ്മൾ അടിക്കുന്നത് ഒരു 3ഓളം ഗ്രീൻ സ്മൂത്തിയാണ്. അപ്പോൾ അതിനൊരു ഹാഫ് പൈനാപ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ഒന്നും കൂടുതലാവരുത് കേട്ടോ. പിന്നെ കൈവിൻ്റെ പരമാവധി അതിൻ്റെ തൊലി ചെത്തിയെടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ കയ്പ്പ് വരും. ഇനി നമുക്ക് മിക്സിയിലേക്ക് മിൻറ്റും അതുപോലെ തന്നെ മാംഗോയും ഈ പൈനാപ്പിളും നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിളും മാംഗോ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അവക്കാഡോയുടെ ചെറിയ പീസ് ഇട്ട് ഒരു 2 സ്പൂൺ, ഈ കാണുന്ന സ്പൂണിന് 2 സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമുക്കൊരു 500 ml പാൽ ഒഴിച്ച് കൊടുത്ത് ശരിക്കും അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കോംബോ ആയിട്ടുള്ള ഗ്രീൻ സ്മൂത്തി ഇവിടെ റെഡിയാണ്. കൂടുതൽ നേരം ഒന്നും മിക്സിയിൽ അടിക്കരുത് കേട്ടോ. കൂടുതൽ നേരം അടിഞ്ഞാൽ മിൻറ്റൊക്കെ കൂടുതൽ അടിഞ്ഞാൽ കഴിക്കും. അതുപോലെ തന്നെ പൈനാപ്പിളും മിൽക്കും ഇതും കൂടുതൽ നേരം അടിഞ്ഞാൽ കഴിക്കും. പിന്നെ അടിച്ച് വെച്ച ഉടനെ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, കൂടുതൽ സമയം എടുത്ത് വെക്കരുത്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ സ്മൂത്തി ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ MJ. ഗുഡ് ബൈ.